ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ സംബന്ധിച്ച് നമ്മുടെ DRL നമ്മൾ വണ്ടിയുമേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കതിന് മുന്നേ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ പോർഷനൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ സൈഡിലൊരു ഓട്ടയിടണം, ഇവിടെ ഇടണം. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ മറ്റേ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം. ഉള്ളിലേക്ക് ഇത് കയറ്റാം. അപ്പോൾ ജസ്റ്റ് ഈ വയറെടുക്കുക, ഇതിനുള്ളിലേക്ക് ഇടുക, എന്നിട്ട് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇനിയാണ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നോക്കി സെറ്റ് ചെയ്യേണ്ടത്. ഇതിനിങ്ങനെ ഒരു ബെൻഡ് ഉണ്ട്, ആ ബെൻഡ് നമ്മൾ പതുക്കനെ ആക്കി കൊടുക്കുക. ഇത് നമ്മൾ ഈ കട്ടിയുള്ളത് ചെയ്തുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൈഡിലേക്ക് വളച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഷേപ്പിൽ നിന്നോളും. ഏറെ ചോറയൊന്നുമില്ല. സാധനം ഇവിടെയാണ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഞാൻ വയറ് കുറച്ച് മുകളിലാക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. അത് ഭയങ്കര അടിയിലായി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അത് തൊട്ടടുത്തായി കഴിഞ്ഞാൽ ഈ വയറ് ഒട്ടിക്കും വന്ന്. അപ്പോൾ അതിങ്ങനെ കൊണ്ടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ DRL അവിടെ സെറ്റായി. അപ്പോൾ ഇതാണ് DRLൻ്റെ ഇതുമ്പോൾ നമ്മൾ ഒട്ടിക്കാൻ ചെയ്യുന്ന പരിപാടിയാണല്ലോ. ശരിക്കും ഉള്ളിലേക്ക് കുറച്ച് വളഞ്ഞിരിക്കണം കേട്ടോ DR. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കണം. നമ്മൾ പതുക്കനെ പേടിക്കുമ്പോൾ നോക്കി പിടിച്ചു, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞ് കയ്യായിരിക്കും. പതുക്കെ നോക്കി കൊടുക്കണം. പ്ലെയർ വെച്ച് പിടിച്ചാൽ ചിലപ്പോൾ ഈ കറണ്ട് പണിയെടുത്തൊക്കെ വെറുതെ ആവാൻ ചാൻസ് ഉണ്ട്. അയ്യോ, പതുക്കെ പിടിച്ചിട്ടൊന്ന് നൈസായിട്ട് വളച്ചു കൊടുക്കുക. വളയില്ല കേട്ടാ, ആദ്യമേ വളയ്ക്കേണ്ടായിരുന്നു. അത് ഓർത്ത് വെച്ചോ. ഈ സാധനം ഉള്ളിലേക്ക് ചെറിയൊരു വളവുണ്ട്, ആ വളവ് ആദ്യമേ എടുക്കണം. ഞാനത് മറന്നുപോയി. അപ്പോൾ ഇനി എടുക്കുമ്പോൾ അത് ശരിക്കും അത് വളച്ചെടുത്തു. ഞാൻ വണ്ടി മുട്ടിക്കാൻ നേരത്തെ ഞാനത് ആലോചിച്ചു. അപ്പോൾ നമുക്ക് ഈ സാധനം കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കണം, എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ കയറിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇതിട്ടിട്ടില്ലേ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വലുതാക്കണം. കാരണം ബ്ലേഡ് വെച്ചാട്ടെ ഈ പോർഷൻ പതുക്കനെ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തോളാം കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡർ വെച്ചിട്ട് ഉരയ്ക്കുകയും ചെയ്യും. കട്ട് ചെയ്ത് കുറച്ച് നേരം പിടിക്കും, കാരണം ബ്ലേഡ് കുറച്ച് വീക്കാം. ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. ഞാനന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാധനം ഇവിടെ വെച്ചിട്ട് കാണാം. തരി കൂടി ഗ്രൈൻഡ് ചെയ്യണം, ശരിക്കുള്ള കയറി പൊക്കോളൂ. ഈ സാധനം അല്ലെങ്കിൽ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്താലും മതി കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒന്ന് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. പിന്നെ എൻ്റെ ബ്ലേഡിന് മൂർച്ചയും കുറവാണ്. ഈ നമ്മുടെ ഡീറ്റെയിൽ നൈഫ് വെച്ച് ചെയ്തോളാം. ആൻറ്റി കട്ടർ ചിലപ്പോൾ പണി തരും. അപ്പോൾ ഇങ്ങനത്തെ നൈഫും വെച്ച് ചെയ്തോളാം. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി. അത് ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ അത് ആകെ ഇതായി പോരും, അങ്ങനെ പിരി ഇങ്ങനെ വെട്ടുമ്പോൾ ഒരു സുഖമില്ലാത്ത വരും. അപ്പോൾ അത്
മെനക്കേടാവും. അത് ഭയങ്കര ഫിനിഷിങ് ഭയങ്കര, നമുക്ക് ഇതിനുള്ളിൽ പൊട്ടിയിടാനും പറ്റില്ല. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ചെറുതല്ലേ, നമുക്ക് ആ ഭാഗത്ത് പൊട്ടിടാൻ പറ്റില്ല. സെറ്റ് ഉണ്ടായിട്ട് നമുക്ക് പൊട്ടിട്ട് ലെവൽ ചെയ്യാന്നുള്ള പരിപാടി ഇതുമ്പോൾ നടക്കില്ല, അത്രയും നടക്കില്ല. അപ്പം നമ്മളത് ഫസ്റ്റ് ചെയ്യണ സമയത്തുള്ള ഫിനിഷിങ് തന്നെ അത് മെക്കി ആക്കാൻ പറ്റുള്ളൂ. അപ്പം അതെ അത്രയേറെ സാധനം നമ്മൾ പതുക്കനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിങ്ങനെ കൊള്ളിയാൽ പോകും. ചിലപ്പോൾ ഒന്നുകൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. ഇല്ല ഉണ്ട്, ഇവിടെ ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. സാധനം ഇരുന്നു, കാണുമ്പോൾ വലിയ വിഷയമൊന്നുമില്ല, നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗ്രൈൻഡ് ചെയ്യേണ്ടത് മതി. എന്നിട്ട് കുറച്ച് പശ എടുത്തിട്ട് ഇതിവിടെ കണ്ട ഒഴിച്ചു കൊടുക്കാം. മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം കത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. പശ വയ്ക്കണ മുന്നേ ചെക്ക് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ പശ അടക്കം പറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കത്തിയില്ലേ പണി വാളും. കത്തി കണ്ടോ, DRL കത്തി. ഇപ്പം DRLന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ, അത് കഴിയുമ്പോഴേ. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവസാന സമയത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിലക്കേടാണ്. അതുകൊണ്ട് സെറ്റ് ചെയ്തപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. പശ ഒട്ടിക്കുന്ന മുന്നേ ചെക്ക് ചെയ്യാൻ വെച്ചാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ സൈഡിൽ DRL എത്തിയിട്ടുണ്ട്, അപ്പുറത്തേക്ക് കൂടി സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് നമ്മുടെ DRL രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ നിൽക്കും, കണ്ട. അപ്പോൾ ഇതാണ് ഇങ്ങനെ ചെയ്യണോണ്ടുള്ള ഗുണം. നമ്മൾ ഇങ്ങനെ സൈഡ് വൈസ് എടുക്കുന്ന സമയത്ത് ഈ സാധനം പക്കാ ഒരു ആ ഒറിജിനൽ വണ്ടിയിൽ നിൽക്കണ ആ ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കും. ഫീലുണ്ടാവുള്ള പക്കാന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യണമെന്ന് കാണിച്ചത്. നമ്മളിത് 12 വോൾട്ടാണ് ചെയ്യണത്. നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് 3 വോൾട്ടിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കിത് 12 വോൾട്ടിൽ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഇപ്പുറത്തേക്ക് കാണാം. അപ്പോൾ ഇവിടെ കുറേ വയറുകൾ കാണാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ഡിം ആൻഡ് ബ്രൈറ്റിലേക്കൊക്കെ ഉള്ള സെറ്റപ്പുകളാണ് ഈ എടുക്കുന്നത് ഫുള്ള്. അത് ഞാൻ വേറെ വീഡിയോ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റിമോട്ട് വണ്ടികളിൽ മാത്രമാണ് നമ്മൾ ഡിം ആൻഡ് ബ്രൈറ്റിൻ്റെ പരിപാടി നമ്മൾ സെറ്റ് ചെയ്യണത്. നമുക്കിനി ഇതിൻ്റെ DRLൻ്റെ സംഭവം സെറ്റാക്കാം. അതിന് നമുക്കിനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിപ്പ് ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റെസിസ്റ്റർ മാത്രമായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കിതിനെ ഒരെണ്ണം ഊരിയെടുക്കണം, ഒരെണ്ണം കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 എണ്ണം റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് ഈ DRL ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അത് ഞാൻ ഇത് സാധനം ഊരണത് ഷോൾഡർ ഞാൻ ചൂടായതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ സാധനം നമുക്ക് ഇതൊന്ന് ഊരെടുക്കാം. ഈ ലൈറ്റ് നമുക്ക് ഊരെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഷോൾഡർ ഞാൻ നല്ല രീതിയിൽ ചൂടാക്കി വെക്കുക. ഇതല്ലാണ്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ നമ്മളിവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ ചൂടുള്ളതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കുക. കാരണം അതിങ്ങനെ സൈഡിൽ നിന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ പ്ലക്കർ വെച്ചിട്ട് കൈ കൊണ്ടൊന്നും പിടിച്ച് ചെയ്തിട്ട് ഇത് നല്ല ചൂടാവും ഈ സാധനം. അപ്പോൾ നമ്മൾ പതുക്കനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അവിടെ കൊണ്ടുവച്ചാൽ മതി, പെട്ടെന്ന് ചൂടാക്കി കിട്ടും. ഇങ്ങനെ തോണ്ടി പുറത്തേക്ക് കളയാം. നമുക്ക് ഈ ലൈറ്റ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, വേറെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് 2 എടുത്ത് കളയണം. അടുത്തത് കളയുമ്പോൾ ശ്രദ്ധിച്ചോളൂ, അതിൻ്റെ ഇടയിൽ റെസിസ്റ്റർ വയ്ക്കാൻ വരുന്നുണ്ട്. ആ റെസിസ്റ്റർ അടക്കം ഇളക്കി കളയത്തിട്ടാ. പതുക്കനെ നീക്കി കഴിഞ്ഞാൽ അതാണ് പൊക്കോളും. അപ്പോൾ ഈ 2 സ്ലോട്ട് ഫ്രീ ആയിട്ടുണ്ടാവും, ഇതും. ഇതിലേക്കാണ് നമ്മൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത് നമുക്ക് 12 വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാം. റെസിസ്റ്റർ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള പരിപാടിയാണ്. റെസിസ്റ്റർ വാല്യൂ നോക്കണം, അത് നോക്കണം, തേങ്ങ നോക്കണം. അപ്പോൾ അതിലും ഭേദം ഇതാണ്, സുഖമായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം എവിടെയെങ്കിലും നല്ല രീതിക്ക് ഒതുക്കി കൊണ്ടുവയ്ക്കണം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിന് ഇത് ഓപ്പണിംഗ് ഉള്ള വണ്ടിയാണ്. നമുക്ക് സാധാരണ നമ്മളിവിടെ വെക്കാറ്, പക്ഷേ ഈ വണ്ടിക്ക് മറ്റേ ഇങ്ങനെ മുകളിലേക്ക് തുറക്കുന്ന സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ ഒട്ടിച്ചിരിക്കുക, നമ്മൾ DRLൻ്റെ ഇവിടെ ഒട്ടിച്ചിരിക്കാൻ പോകണം. പ്രത്യേകിച്ച് ആർക്കും ശല്യമില്ലാത്തൊരു ഏരിയയാണത്. കണ്ട. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ചെയ്ത പശയൊക്കെ പോയി. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ പശയുടെ കാര്യം തീരുമാനമാകും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പശ അവിടെ പ്ലേസായി. നമുക്കിതിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി ഷോൾഡർ ചെയ്യണം. നമുക്ക് വരുന്നത് നമ്മുടെ ഇതിൽ വരുന്നത് ഗ്രീൻ പോസിറ്റീവും ബ്ലൂ നെഗറ്റീവാണ്. നമ്മളതിൽ കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഏത് കളർ കൊടുക്കുന്നത് വെച്ചാൽ അതിന് കൊടുത്തു. അപ്പോൾ അത് മാക്സിമം വയറ് ഒതുക്കി സൈഡിൽ കൂടെ എടുക്കുക. കാരണം ഇവിടെ ഒരു ലൈറ്റും കൂടിയും വരും. ആ ലൈറ്റ് തുളയ്ക്കുമ്പോൾ ഈ വയറ് പോവാത്ത രീതിയിൽ ഒട്ടിച്ചെടുത്തോളോ. അങ്ങനെ മാക്സിമം ഒതുക്കി കൊണ്ടുവരിക. ഫോക്കസ് ആവില്ല അല്ലേ? കണ്ട അതെ. ഇനി നമുക്ക് ഈ ഇതുമത്തെ പോസിറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുതരാം. സിമ്പിൾ പരിപാടിയാണ്. ഇത് വരുന്നത് ഇവിടെ ആണ്. പോസിറ്റീവിന് പ്ലസിൻ്റെ സൈനായിട്ടുള്ളടത്ത് ഈ ഭാഗം പ്ലസ് ആയിരിക്കും, ഈ ഭാഗം നെഗറ്റീവ് ആയിരിക്കും. അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രിപ്പിൽ ഇങ്ങനെ വരുന്നത് മറ്റേ നമ്മുടെ വേറെ മോഡൽ ഇത് നമ്മൾ ഇത് ഗ്യാപ്പ് കുറഞ്ഞ മോഡൽ സ്ട്രിപ്പാണ്. നമ്മൾ ആ മോഡൽ സ്ട്രിപ്പാണ് യൂസ് ചെയ്യുക. കാരണം കുറച്ചും കൂടി നല്ല ലൈറ്റിന് കുറച്ചും കൂടി ക്ലാരിറ്റിയും നല്ല ഇത് കത്തുമ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ. ബ്രൈറ്റ്നസ്സും കൂടുതലുണ്ടാവും. നമ്മുടെ നെയിം ബോർഡ് ഉണ്ടാക്കാനൊക്കെ സെറ്റപ്പ് സാധനമാണ്. അടിച്ച് നിൽക്കും, കണ്ണടിച്ചു പോകും ഈ സാധനം. അത് ഇപ്പോൾ വേണ്ട, ഇങ്ങനെ കൊടുക്കുക. തെറ്റിക്കഴിഞ്ഞ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ അടുത്തതും അങ്ങനെ ഉള്ളി കൂടെ നോക്കണം. അടുത്ത പീസ് വയറെടുക്കുക. നമ്മളിവിടെ വെച്ച് കൊണ്ടുവച്ചിട്ട് കട്ട് ചെയ്യുക. ഗ്രീൻ പോസിറ്റീവ് നെഗറ്റീവ് ഇത് കറക്റ്റായി കൊടുക്കുക. തെറ്റി കൊടുത്താൽ മാറ്റി കൊടുത്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഇത് ഒട്ടിയില്ല, ഇതില്ല, ഇട്ടില്ല. ഇത് പറിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ലഡാക്കി കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ഷോൾഡറിന് പിടിക്കില്ല, ശരിക്കും പിടിക്കില്ല. നമ്മളിങ്ങനെ പതുക്കാൻ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതെന്ത് ഇങ്ങനെ പിടിക്കുക. എന്തത്? ഓക്കെ, അപ്പോൾ ഇത്രയുള്ള DRL കണക്ട് ചെയ്യാനുള്ള പരിപാടി. ഇനി നമുക്കിതിലേക്ക് സപ്ലൈ കൊടുത്തിട്ട് ഒരു 12 വോൾട്ടുമ്പോൾ കത്തിച്ച് നോക്കാം. ഇവിടെ ഓക്കെ, നമുക്കിനി കത്തിച്ച് നോക്കാം. ബാറ്ററി കാണാനല്ലോ ഇവിടെ. നമുക്കിനിപ്പോൾ സംഭവം കത്തിച്ച് നോക്കാം കേട്ടോ. നമ്മൾ സർക്കാരിൻ്റെ 9 വോൾട്ട് ബാറ്ററി കത്തിച്ച് നോക്കുന്നത്. കത്തിയില്ലെങ്കിൽ പണി പാളും. കത്തിയില്ല, ഇപ്പം എന്തൊക്കെയോ കത്തിയില്ല. ബാറ്ററി കറക്റ്റ് കോണ്ടാക്ട് എവിടെ കോണ്ടാക്ട് എടുത്തത്? ബാറ്ററി മേലാണോ അതുമേലാണോ? എന്തുമേലെ കോണ്ടാക്ട് എടുത്താത്ത കാരണമാണ് ഇങ്ങനെ കത്താത്തത്. മനസ്സിലായില്ലേ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സോൾഡറിങ് കറക്റ്റ് പിടിച്ചിട്ടില്ല. ഇത് ഈ സാധനത്തിനുള്ളിൽ വരുന്നത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് കറക്റ്റ് ഇല്ലെങ്കിൽ ഈ സാധനം കത്തില്ല. മനസ്സിലായില്ലേ? സീരീസ് കണക്ഷൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ആ ഒരു ലൈനിൽ പോവുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു കണക്ഷൻ ശരിക്കും ആയില്ലെങ്കിലും ഈ ലൈറ്റ് കത്തൂല. അപ്പോൾ നമുക്ക് ഇനി കത്തിച്ചു നോക്കാം.
ഇനി വെച്ചത് കത്തും. ലോഡ് വയറുണ്ട്, തേങ്ങ തന്നെ പ്രാന്ത് പിടിക്കുന്നത്. കത്തണേ, കത്തി കത്തി. വീണ്ടും പോയാ കത്തുണ്ട്. അപ്പോൾ നമുക്കേ ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ട് നമുക്കിനി കത്തിച്ച് നോക്കണം. ആദ്യം 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് തപ്പി കണ്ടുപിടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇത് ആകെ വയർ എടുക്കണമെങ്കിൽ വയറൊക്കെ ഒന്ന് ആദ്യം ഒതുക്കിയേക്കാം. കാരണം നമ്മുടെ ഡിമാം റൈറ്റിലേക്ക് പോകണത്. അതിപ്പോൾ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ലൈറ്റിനും ഓരോ സെറ്റ് വെച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്താൽ, പക്ഷേ നമ്മളൊരു ലൈറ്റ് കേടായി കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കത്തിച്ച് നോക്കാം. കത്തിയില്ല, അല്ല പോസിറ്റീവായിട്ട് മാറിപ്പോയതാ. നമ്മുടെ ഐറ്റം DRL കത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ബ്രൈറ്റ്നസ് കുറവുണ്ട്, എന്താണെന്നറിയില്ല. നമ്മൾ നേരത്തെ അതുണ്ടാവും കുറച്ചൊന്ന് ബ്രൈറ്റ്നസ് കുറയും. കാരണം ഈ ബ്രൈറ്റ്നസ് മതി. അല്ലെങ്കിൽ വണ്ടിയിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഉതിപ്പായിരിക്കും മറ്റേ DRL. അപ്പോൾ എന്തായാലും DRL ഇത്ര ഉള്ള സെറ്റ് ചെയ്യണത്, കണക്ഷൻ കൊടുക്കുന്നതും. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.